ദാ ആ കാണുന്ന ചിക്ക് ബക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നല്ല സൗദി സ്റ്റൈൽ ബ്രോസ്റ്റഡ് കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് അവിടേക്കല്ല, അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ബച്ചർ കിച്ചൺ എന്നുള്ള ഷോപ്പിലേക്കാണ് പോയിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ വലിയ തിരക്കോ ആളും ബഹളമോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ചെറുതായിരിക്കും സംശയിച്ച്. മെനു ആണെങ്കിലും സിമ്പിളാണ്, ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാതെ കരുതി നമ്മളവരെ ഒരു പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. അതിലെല്ലാ ഐറ്റംസും ഉണ്ടാവും എന്ന് പറഞ്ഞു. എക്സ്ട്രാ ആയിട്ട് ഇതാ ഈ കാണുന്ന ഒരു ഹമ്മൂസും കൂടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് തിരക്ക് പോലെ തന്നെ സ്റ്റാഫ്സും കുറവാണെന്നാണ് തോന്നിയത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇവർ രണ്ടാളും ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏതായാലും കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തിട്ടായാലും നമ്മൾ ഫുഡ് അവസാനം എത്തിയിട്ടുണ്ട്. പക്ക അറബിക് സ്റ്റൈലുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാറ്ററിൻ്റെ മേലെ ഇങ്ങനെ 2-3 ബ്രെഡ്സ് ഉണ്ട്. അതിന് താഴെ വരുന്നത് കബാബ്സും തൗക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഒരു പീസ് ബീഫ് ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ചിക്കൻ ആയിരുന്നു കേട്ടോ. പൊതുവേ ബീഫ് പൊരിച്ചതോ വരട്ടിയതോ അല്ലാണ്ട് അങ്ങനെ പുറത്തുനിന്ന് ഞാൻ അങ്ങനെ ബീഫ് വല്ലാണ്ട് കഴിക്കലില്ല. പക്ഷേ ഇതെന്തോ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് ആ ഒരു അറബിക് സ്റ്റൈലുള്ള ഒരുപാട് നമ്മളെ മസാലാസോ സ്പൈസിനെസ്സോ ഒന്നും ഇല്ലാത്ത ആ ഒരു നോർമൽ മൈൽഡ് സ്പൈസസ് ആയിട്ടുള്ള ആ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ഒരു ഫുഡിനുണ്ടായത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പൊതുവേ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ എന്തൊക്കെ ആഡ് ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു ഫുഡിന് അങ്ങനത്തെ ഒരു ഫ്ലേവർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ക നമ്മൾ നാച്ചുറൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഒരു ഒതൻറ്റിക് ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. മീറ്റൊക്കെ നല്ല വെൽ കുക്ക്ഡ് ആയിരുന്നു. സംഭവം ചുരുക്കി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പക്ഷേ 2-3 ഫ്ലേവേഴ്സ് അവർ മെനുവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്ലാറ്ററിൽ എനിക്ക് എല്ലാം ഏകദേശം ഒരേ ഫ്ലേവർ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അത് ആ ഒരു കാര്യം വെച്ചാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ സ്പോട്ട് ആരും മറന്നു പോകണ്ട, കാടപ്പടിയുള്ള ബച്ചർ കിച്ചൺ.